ടാറ്റ കുടുംബത്തിലെ തർക്കങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്, വാർത്തയാവുകയാണ്. എന്താണ് ഈ തർക്കത്തിന് പിന്നിലെ കാരണം? എല്ലാം അറിയാം. ഏറ്റവും ആദ്യം അറിയേണ്ടത് ടാറ്റ കുടുംബത്തിന്റെ ആ ഘടനയെക്കുറിച്ചാണ്. നസർ വഞ്ചി ടാറ്റയ്ക്കും ജീവൻഭായ് ടാറ്റയ്ക്കും 5 മക്കളായിരുന്നു. അതിൽ ഏറ്റവും മൂത്തയാളാണ് ജംഷേദ്ജി ടാറ്റ. ജംഷേദ്ജി ടാറ്റയ്ക്ക് 3 മക്കൾ: ദൊറബ്ജി ടാറ്റ, ദിൻഭായി ടാറ്റ, രത്തൻ ടാറ്റ. ഇതിൽ രത്തൻ ടാറ്റ ദത്തെടുത്ത മകനാണ് നവൽ എച്ച് ടാറ്റ. നവൽ എച്ച് ടാറ്റയ്ക്ക് 2 ഭാര്യമാരായിരുന്നു. ആദ്യ ഭാര്യയിലുള്ള മക്കളാണ് രത്തൻ എൻ ടാറ്റയും ജിമ്മി എൻ ടാറ്റയും. രണ്ടാമത്തെ ഭാര്യയിലുള്ള മകനാണ് നോയൽ ടാറ്റ. നമുക്കറിയാം, രത്തൻ എൻ ടാറ്റ ദീർഘകാലം ടാറ്റ ഗ്രൂപ്പിനെ, ടാറ്റ സൺസിനെയൊക്കെ നയിച്ച ആളാണ്. 2024 അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം ഈ അർദ്ധ സഹോദരനായ നോയൽ ടാറ്റയാണ് ഇപ്പോൾ ആ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്. ഇനി ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് വരാം. ടാറ്റ ട്രസ്റ്റിലുള്ള അഭിപ്രായ ഭിന്നതയാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഏറ്റവും ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഒരു അഭിപ്രായ ഭിന്നതയാണ്. 7 പേരാണ് ടാറ്റ ട്രസ്റ്റിലുള്ളത്. ടാറ്റ ട്രസ്റ്റ്, ടാറ്റ സൺസ് എന്നീ 2 വിഭാഗങ്ങൾ. അതായത് ടാറ്റ ട്രസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലും ഈ ടാറ്റയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു പ്രിൻസിപ്പൽ ബോഡി ആയിട്ടാണ് ഈ ടാറ്റ ട്രസ്റ്റ് നിലനിൽക്കുന്നത്. ടാറ്റ സൺസ് എന്ന് പറയുന്നത് ബാക്കി ടാറ്റയുടെ മറ്റ് വ്യവസായങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോഡിയാണ് ടാറ്റ സൺസ് എന്ന് പറയുന്നത്. 2024 രത്തൻ ടാറ്റയുടെ മരണത്തിന് ശേഷം ടാറ്റ ഗ്രൂപ്പ് ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. 75 വയസ്സിന് മുകളിൽ ആരെങ്കിലും ടാറ്റ സൺസിന്റെ ബോർഡിൽ നോമിനി ഡയറക്ടർമാരായി ഉണ്ടെങ്കിൽ അവർ രാജിവെച്ച് പുറത്തു പോയ ശേഷം ഒന്നുകിൽ അവരുടെ തന്നെ നിയമനം നടത്തണം, അല്ലെങ്കിൽ അവർക്ക് പകരം മറ്റൊരാളെ നിയമിക്കണം. ഈ നിയമപ്രകാരമാണ് വിജയ് സിംഗ് എന്ന മുൻ പ്രതിരോധ മന്ത്രാലയത്തിലെ മുൻ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്ന വിജയ് സിംഗ് എന്ന നോമിനി ഡയറക്ടർ പുറത്തു പോകുന്നത്. വിജയ് സിംഗിന്റെ പുനർനിയമനത്തെ ചൊല്ലിയാണ് നിലവിലെ തർക്കം. ടാറ്റ കുടുംബത്തിലെ പ്രതിനിധിയായ നോയലും വേണു ശ്രീനിവാസനും മാത്രമാണ് ഈ ഒരു നിയമനത്തിനൊപ്പം നിൽക്കുന്നത്. അതേസമയം മെഹലി മിസ്ത്രി, പ്രമിത് ജവേരി, ജഹാംഗീർ എച്ച്, ഡാരിയസ് ഗംബട്ട എന്ന് തുടങ്ങിയ 4 പേർ എതിർചേരിയിലുള്ളവരാണ്. ഈ 4 പേരും ഇതിനെ പ്രതികൂലിക്കുന്നു എന്ന് മാത്രമല്ല, അതായത് ഇതിനൊപ്പമല്ല എന്ന് മാത്രമല്ല, അവർ ആവശ്യപ്പെടുന്നത് മെഹലി മിസ്ത്രിയെ ഈ ടാറ്റ സൺസിന്റെ ബോർഡിൽ നിയമിക്കണം എന്നുള്ള ഒരു കാര്യമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഈ ഒരു ആവശ്യത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുന്നത്. ടാറ്റയിൽ ഒരുപാട് പ്രതീക്ഷയുള്ള, അതായത് രാജ്യത്തിനാകെ വലിയ പ്രതീക്ഷയുള്ള, വലിയ വിശ്വാസമുള്ള ഒരു കുടുംബമാണ്, ഒരു വ്യാവസായിക കുടുംബമാണ്. അതൊരു കുടുംബ പ്രശ്നം അല്ലെങ്കിൽ ഒരു വ്യാവസായിക പ്രശ്നം മാത്രമല്ല, അത് രാജ്യത്തെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും ഈ പ്രശ്നം പരിഹരിക്കാനായുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്തിരിക്കുന്നത്.